അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പോരുന്ന സമയത്ത് അമ്മ രാവിലെ തന്നെ മിറ്റെല്ലാം ഇങ്ങനെ ചാണകമൊക്കെ മെഴുകും. ഈ പാലക്കാട് സൈഡിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരു ഉത്സവം പൂരമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മിറ്റൊക്കെ നല്ല ക്ലീനാക്കി ഞങ്ങൾ നീറ്റായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തേക്ക് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കുട്ടേട്ടനും മക്കളും പാടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും കുട്ടേട്ടനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഞങ്ങളുടെ കാവിൻ്റെ പേര് കമാളശ്ശേരി കാവ് എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും നമ്മൾ ഈ ഒരു കുട്ടിക്കാലത്ത് മുഴുവൻ നമ്മൾ ഓടിക്കളിച്ച് നടന്നതൊക്കെ ഈ കാവിൻ്റെ ഉമ്മറത്തും പരിസരത്തൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വളർന്ന കുട്ടികൾ എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു ടൈമിൽ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിരിക്കും. അത് വീട്ടിൽ നിന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാണ്. ഇങ്ങനെയുള്ള ടൈമിൽ എന്തായാലും നാട്ടിലേക്ക് വരണം എന്നുള്ളത്. അപ്പോൾ കുട്ടേട്ടൻ്റെ കടയിൽ എത്ര തിരക്കുണ്ടെങ്കിലും വേലയ്ക്കും താല്പര്യക്കും ഞങ്ങൾ കറക്റ്റായിട്ട് വീട്ടിൽ വരും കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അടുത്തത് മെയിൻ ആയിട്ടുള്ള കാര്യം, മക്കൾക്ക് വേണ്ടിയിട്ട് കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പോവാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളിത് തുടങ്ങും. രാവിലെ തുടങ്ങിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വരെ എത്ര രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത്രയും സാധനങ്ങൾ വാങ്ങും. എന്നിട്ട് പോകുമ്പോൾ ഒരു വണ്ടി സാധനങ്ങളാക്കാണ് തിരിച്ചു പോവാറ്. അപ്പോൾ മക്കൾക്ക് ഓരോരുത്തരുടെ വകയായിട്ട് കിട്ടും കേട്ടോ. അമ്മയുടെ വക, അച്ഛൻ്റെ വക, കുട്ടേട്ടൻ്റെ വക, അങ്ങനെ രഞ്ജിത്തിൻ്റെ വക ഓരോരുത്തരുടെ വകയായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അതൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞാവയും പൊന്നോട്ടിനും കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാവ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ ഒരു ഭാഗത്ത് അടങ്ങിയിരുന്ന് കളിക്കും. പക്ഷെ നമ്മുടെ പൊന്നോട്ടൻ അങ്ങനെയല്ല. നല്ല ഓടിച്ചാടി പറന്ന് കളിക്കുന്ന കുട്ടിയാണ്. കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവാണ് കേട്ടോ ആള്. അങ്ങനെ മൂന്നാളും അത് വെച്ച് കളിക്കാൻ തുടങ്ങി. ധ്യാന് കുറച്ചൊരു ഏജ് ഡിഫറൻസ് ഉണ്ട് ഇവർ തമ്മിൽ. അതുകൊണ്ട് വലിയ കളികൾക്കൊന്നും അവന് കിട്ടാറില്ല. എങ്കിലും വാങ്ങിയൊരു പുതുമയിൽ അവൻ അങ്ങനെ ചെറുതായിട്ട് അവരിപ്പോൾ കളിക്കാനൊക്കെ കൂടും കേട്ടോ. പിന്നെ ആൾക്ക് ഞങ്ങളൊന്നും മേടിച്ചൊന്നും കൊടുക്കാറില്ല. അവൻ എന്തെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കും. അവന് നാട്ടിൽ ചെന്നിട്ട് അതായത് മഞ്ചേരി വന്നിട്ട് അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ അതുകൊണ്ട് വാങ്ങലാണ് പതിവ്. കാരണം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവൻ്റെ ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ദുബായിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു. കാരണം എപ്പോഴും ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് അവനാണ് ഉണ്ടാവാറ്. രണ്ടനിയന്മാരാണ് എനിക്ക്. ഒരാൾ നാട്ടിൽ തന്നെയാണ് പണി, ഒരാളാണ് ദുബായിലുള്ളത് കേട്ടോ. അപ്പോൾ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ആനേനെ കാണിച്ചു കൊടുത്തു. കുഞ്ഞാവയ്ക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് കുഞ്ഞാവ് ആ പരിസരത്തേക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഓരോരോ വണ്ടി വേഷങ്ങളും വേലകളും ഇറങ്ങാൻ തുടങ്ങും. മാത്രമല്ല കാവിൽ നല്ല തിരക്ക് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വരുന്ന മഞ്ഞ ഡ്രസ്സ് ഞാനാണ്. ഈ ഡ്രസ്സ് കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പോയിട്ട് തന്നെ ഡ്രസ്സ് മാറ്റിച്ചിട്ടാണ് പിന്നെ ബാക്കി വേല കാണാനാണ് സമ്മതിച്ചത്. അങ്ങനെ ആനവേല ഇറങ്ങി. ഫസ്റ്റ് വേല ആനവേലയാണ്. അതായത് ഞങ്ങളുടെ ഏരിയയിലുള്ള വേലയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ അനിയന്മാർ, അവരുടെ ഫ്രണ്ട്സ്, അവിടെയുള്ള ഏട്ടന്മാരൊക്കെ കൂടിയിട്ടാണ് ഈ വേല നടത്താറ്. മേളം ഉണ്ടായിരുന്നു. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഒരു 7 മണിയോടക്കനെ മേളം താഴെ അമ്മേനെ വന്നിട്ട് വണങ്ങും. അങ്ങനെ വണങ്ങിയിട്ട് തിരിച്ച് കയറി പോവും. അങ്ങനെ ഓരോരോ വേലകളായിട്ട് പിന്നെ വരാൻ തുടങ്ങും. അവരെല്ലാം അമ്മേനെ 3 പ്രദക്ഷിണം ചെയ്തിട്ടാണ് തിരിച്ചു കയറുക. ഒരു രാവിലെ വരെ ഈ പരിപാടി ഉണ്ടാവും. പണ്ടൊക്കെ പുലർച്ചെ ഒരു 5 മണി വരെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ഏകദേശം ഒരു 3 മണി വരെയൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. ഈ പാലക്കാട് ഭാഗത്തുള്ള വേല കണ്ടാൽ ഈ വേലാപൂരം എന്ന് പറയുന്നത് തന്നെ ആഘോഷങ്ങളാണല്ലേ. അപ്പോൾ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഉണ്ടാവാറ്. അതിൽ ഫസ്റ്റ് ഞങ്ങളുടെ മേളാണ്. അപ്പോൾ അതവിടെ ഇറങ്ങി അമ്മേനെ, അതായത് ഭഗവതീനെ തൊഴുത് തിരിച്ച് കയറാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് വടക്കുംനാഥ ക്ഷേത്രമാണ്. നടുവിൽ കണ്ടാൽ നിൽക്കുന്ന ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണെന്ന് എൻ്റെ വിശ്വാസം. അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ നല്ല അസലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കാവിൻ്റെ നേരെ ബാക്കിലാണ് ഞങ്ങളുടെ വീടേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെടിക്കെട്ടൊക്കെ അടുത്ത് തന്നെ ഇരുന്ന് കാണാം. കുഞ്ഞുവാവയ്ക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞുവാവ ഈ സമയത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കരയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുവാവയ്ക്ക് വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ കാളവേല കാണാൻ പോയി. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കാള. ഈ കാള ഇങ്ങനെ പല ഇതെല്ലാം ഓരോ ദേശവേലകളാണ് കേട്ടോ. അതായത് നമ്മുടെ അടുത്തുള്ള ഏരിയയിൽ ഓരോരോ സ്ഥലങ്ങളുണ്ടാവും. വെണ്ണിയർത്തുകുന്ന്, ചടയംകുന്ന്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നല്ല അവരുടെ ഒരു വേലയായിട്ടാണ് ഇവരിറക്കാം. അതിൽ ഏറ്റവും വലിയ വേല, അത് ഏറ്റവും വലിയ കാള ആരുടെയാണ്, അങ്ങനെയുള്ള ചെറിയൊരു മത്സരം ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ നോക്കൂ, ഈ ഒരു കാള തന്നെ അത്യാവശ്യം സൈസ് ഉണ്ട്. ഇതിൻ്റെ റിയൽ സൈസ് എന്ന് പറയുന്ന ആ ഒരു ദേവിമാർ നിൽക്കുന്ന ആ ഒരു സൈഡിൽ നിൽക്കുന്ന അതുകൂടി വരുന്നതാണ് കറക്റ്റായിട്ട് അതിൻ്റെ എത്ര വലുതാണെന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ല വേല ഞങ്ങളുടെയാണ് എന്ന് ഓരോരോ ദേശക്കാരും നല്ല മത്സരിച്ചിട്ടുള്ളൊരു ചെറിയൊരു രസമുള്ളൊരു ഫൈറ്റ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും. പിന്നെ നല്ല ആഘോഷങ്ങളാണ്. ഞങ്ങളുടെ ചെറുപ്പത്തൊന്നും നമുക്കിങ്ങനെ കളിക്കാനും ചാടാനായിട്ടുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കുട്ടികൾക്ക് എത്ര ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ
ആഘോഷിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നത്. ഞങ്ങളൊക്കെ അന്നിങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ്. അന്നൊന്നും പെൺകുട്ടികളൊന്നും ഇറങ്ങി കളിക്കാനും തുള്ളാനൊന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്നൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണാൻ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നെന്ന് അറിയുമ്പോൾ ഒരു രസം, ഒരു സന്തോഷമുണ്ട് അത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ വേലയൊക്കെ കാണും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ സംസാരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ പോയി നിന്നിങ്ങനെ എടുക്കാന്നുള്ളത് കുറച്ചൊരു റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് അറിയാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് നേരം ഇത് പിടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരിക്കും. പിന്നെ അടുത്ത വേല വരുമ്പോൾ ഞങ്ങൾ വീണ്ടും പോവും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. കാരണം ഞങ്ങൾക്കിത് എന്നും എല്ലാ വർഷവും ഞങ്ങൾ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കത് കുറച്ച് കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മടുക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരും. പിന്നെ കുറച്ച് നേരം ഓടും. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ പോകുന്നുണ്ടെന്നല്ല, ലാസ്റ്റ് ട്രിപ്പ് അത് അവസാന ഘട്ടം, അങ്ങനെ അവസാനമായിട്ട് എന്നല്ല, അവസാന ഘട്ട ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്ത് വണ്ടി കാണും ഷോപ്പിങ്ങിന്, അല്ലാതെ വേറെ ഒന്നല്ല കേട്ടോ. അപ്പോൾ അപ്പോഴും ഇവർക്ക് വേണം. ഇതിപ്പോൾ വാങ്ങിക്കൊടുക്കുന്നത് അച്ഛൻ്റെയും അമ്മേൻ്റെയും വാങ്ങിയാണ്. അതിൻ്റെ ഇടയിൽ മാമന്മാരുടെ വകയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് മാമൻ്റെ വക, സുനിമാവൻ്റെ വകയൊക്കെ കഴിഞ്ഞു. ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ വകയാണ്. അങ്ങനെ വേലയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ മഞ്ചേരിയിലേക്ക് പോവാണ്. എന്താണെന്നറിയില്ല, പോകുമ്പോൾ ഉള്ള ഒരു ഉത്സാഹം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവാറില്ല. അത് സാധാരണ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. പോകുന്ന ആ ഉത്സാഹം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവാറില്ല. കുറച്ച് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. വന്ന ഒരു 1-2 ദിവസം കഴിഞ്ഞാലേ ഈ മൂഡ് ശരിയാവുള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് കുട്ടേട്ടൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് വലിയ മൂഡൊന്നും ഇല്ലാതെ ഞാനതങ്ങനെ കേട്ടിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പല പോരായ്മകളും ഉണ്ട് എന്ന് എനിക്കറിയാം. അതെല്ലാം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും